Hello, welcome back to Learnino. Satellite communication marathon MCQ third part ആണ്. So ഇന്നത്തെ questions ഏതൊക്കെയാന്ന് നോക്കാം. Okay, first one. Which component on a satellite is responsible for stabilizing and orienting it in space? Satellite ഏത് component ആണ് stabilize ചെയ്യാനും അതുപോലെ തന്നെ സ്പേസിൽ ഓറിയന്റ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? First one, transponder. Second one, solar panel. Third one, AOCS, attitude and orbit control system. Then option D, thermal control system. നമുക്ക് ഓരോ ഓപ്ഷൻസും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക് അപ്ലിങ്ക് ഡൗൺലിങ്ക് ഫ്രീക്വൻസീസ് നമ്മൾ ഒരു ഇന്റർഫറൻസ് വരാതെ നമുക്ക് ആ ഒരു ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത്. സോളാർ പാനൽ എന്ന് പറയുന്നത് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. Then attitude and orbit control system ഉണ്ട്, AOCS. It is responsible for stabilizing and orienting it in space. Okay. ഇനി thermal control system എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി is the correct answer. Next one, which orbit is best suited for Earth observation and remote sensing? Earth observation and remote sensing യൂസ് ചെയ്യുന്ന ജിയോ, മിയോ, ലിയോ ആൻഡ് ഹിയോ. ഇറ്റ് ഈസ് സി, ഓപ്ഷൻ സി, ലോ എർത്ത് ഓർബിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ജിയോയുടെയും മിയോയുടെയും ലിയോയുടെയും എല്ലാം ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ എവിടേക്കാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സും എല്ലാം പഠിച്ചു വെക്കുക. എന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് അപ്ലിങ്ക് റെഫേഴ്സ് ടു ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ? സോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന രണ്ട് ടേംസ് ആണ് അപ്ലിങ്കും ഡൗൺലിങ്കും. അതെന്താണെന്ന് നോക്കാം. ഓപ്ഷൻസ് നോക്കാം. സിഗ്നൽ ഫ്രം സാറ്റലൈറ്റ് ടു ഗ്രൗണ്ട്, സിഗ്നൽ ഫ്രം ഗ്രൗണ്ട് ടു സാറ്റലൈറ്റ്, ഇന്റേണൽ സാറ്റലൈറ്റ് പ്രോസസിംഗ്, ട്രാക്കിംഗ് സിഗ്നൽ. അപ്പൊ അപ്ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിഗ്നൽ സെൻഡ് ഫ്രം എർത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേഷൻ ടു സാറ്റലൈറ്റ് ആണ് അപ്ലിങ്ക് എന്ന് പറയുന്നത്. ഡൗൺലിങ്ക് എന്ന് പറയുന്നത് നേരെ തിരിച്ച് സാറ്റലൈറ്റ് ടു ഗ്രൗണ്ട് സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ ആ ടേം എന്താണെന്നുള്ള മനസ്സിലാക്കാം. സോ അപ്ലിങ്ക് എന്ന് പറയുന്നത് ഫ്രം ദ ഓപ്ഷൻ സിഗ്നൽ ഫ്രം ഗ്രൗണ്ട് ടു സാറ്റലൈറ്റ്. അത് ഗ്രൗണ്ട് ടു സാറ്റലൈറ്റ് ആവാം, എർത്ത് ടു സാറ്റലൈറ്റ് ആവാം, അതല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഗ്രൗണ്ട് സ്റ്റേഷൻ ടു സാറ്റലൈറ്റ്. ഓക്കെ, so option B is the right answer. Next, which of the following factors contribute to free space path loss? Free space path loss, FSPL എന്നാണ് പറയുക. Free space path loss എന്ന് പറയുന്നത്. അപ്പോൾ it is directly proportional to terms ഏതൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് മനസ്സിലാക്കാം. It is directly proportional to the square of frequency and square of the distance. FSPL directly proportional to that is square of frequency and square of distance. D യും F. D stands for distance and H stands for frequency. അപ്പൊ അതിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. ഓപ്ഷനിൽ അറ്റ്മോസ്ഫറിക് നോയ്സ്, സാറ്റലൈറ്റ് ഓൾട്ടിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ഡിസ്റ്റൻസ്, റെയിൻ അറ്റനുവേഷൻ തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി is the right answer. Next one, what does VSAT stand for? VSAT, very small antenna transmission variable signal antenna terminal, very small aperture terminal, virtual satellite access terminal. Confusing ആവുന്ന രീതിയിലാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. VSAT, it is a small fixed satellite dish used for data, voice and video communication. It is very small aperture terminal. Option C is the right answer. Next, which component in a satellite performs signal amplification? സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ പെർഫോം ചെയ്യുന്നത് ഏതാണ്? മൾട്ടിപ്ലക്സർ, മോഡുലേറ്റർ, ഹൈ പവർ ആംപ്ലിഫയർ, HPA ആൻഡ് ഡിമോഡുലേറ്റർ. സാറ്റലൈറ്റിൽ നമുക്ക് ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ പവർ ആംപ്ലിഫയർ തന്നെയാണ്. ഓപ്ഷൻ സി is the right answer. Next, what is mean by footprint overlap in satellite network? Footprint overlap എന്ന് പറയുന്ന ടേം. Actually, footprint overlap occurs when multiple satellite cover the same region. ഒരേ റീജിയൻ തന്നെ മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സ് കവർ ചെയ്യുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഫുട്പ്രിന്റ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. സോ അതായത് ഒരേ ജോഗ്രഫിക് റീജിയൻ ഒന്നിൽ കൂടുതൽ സാറ്റലൈറ്റ്സ് കവർ ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പൊ ഓപ്ഷൻസിൽ സെയിം സാറ്റലൈറ്റ് സെർവിംഗ് ഡിഫറെന്റ് കൺട്രീസ്, വൺ ട്രാൻസ്പോണ്ടർ കവറിംഗ് ടു ഫ്രീക്വൻസീസ്, ടു സാറ്റലൈറ്റ് കവറിംഗ് ദ സെയിം ജോഗ്രഫിക് റീജിയൻ, സാറ്റലൈറ്റ് ഷാഡോ. സോ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി is the right answer. Next one, in FDMA, how are different users separated? Frequency division multiple accessൽ എങ്ങനെയാണ് ഡിഫറെന്റ് യൂസ് എങ്ങനെയാണ് സെപ്പറേഷൻ വരുന്നത്? ഡിഫറെന്റ് യൂസേഴ്സ് സെപ്പറേഷൻ വരുന്നത് ബൈ ടൈം, ഫ്രീക്വൻസി, കോഡ് ആൻഡ് പോളറൈസേഷൻ. സോ ആസ് എ നെയിം indicates,
FDMA മീൻസ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ ഓരോ യൂസേഴ്സിന് സെപ്പറേഷൻ വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് ഇതിലെ ഓരോ യൂസേഴ്സിനും സെപ്പറേറ്റ് ഫ്രീക്വൻസീസ് ആണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് സാറ്റലൈറ്റ് സബ്സിസ്റ്റം മാനേജസ് സോളാർ പവർ കളക്ഷൻ ആൻഡ് ബാറ്ററി ചാർജിങ്? നമ്മൾ കുറെ അധികം സബ് സിസ്റ്റംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു തിയറിയിൽ. അപ്പൊ അതിൽ ഏത് സാറ്റലൈറ്റ് സബ് സിസ്റ്റം ആണ് സോളാർ പവർ കളക്ഷനും ബാറ്ററി ചാർജിങ്ങും ഒക്കെ മാനേജ് ചെയ്യുന്നത്? ടെലിമെട്രി സിസ്റ്റം, പവർ സിസ്റ്റം, ട്രാൻസ്പോണ്ടർ, ഓൾട്ടിറ്റ്യൂഡ് കൺട്രോൾ സിസ്റ്റം. സോ ഇറ്റ് ഈസ് പവർ സബ് സിസ്റ്റം. പവർ സബ് സിസ്റ്റം ആണ് സോളാർ പാനലിനെയും ബാറ്ററി ചാർജിങ്, ബാറ്ററി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. And the last question, what is sun outage in satellite communication? Sun outage, അതായത് when sun is directly behind the satellite, അവിടെ സോളാർ ഇന്റർഫറൻസ് ഉണ്ടാവുകയും അതുവഴി സിഗ്നൽ ഇന്ററപ്ഷൻ സംഭവിക്കും. നമ്മള് ഈ പറഞ്ഞ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എർത്ത് എക്ലിപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അത് എക്വിനോക്സിന്റെ ടൈമിലാണ് വരിക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എക്വിനോക്സ് ഉണ്ടാവുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോളാർ റേഡിയേഷൻ ഇന്റർഫെയർ ചെയ്യും, അതായത് ഗ്രൗണ്ട് സ്റ്റേഷൻ റിസപ്ഷനെ ഇന്റർഫെയർ ചെയ്യും എപ്പോ when sun is directly behind the satellite. അപ്പോ ആ സമയത്ത് സിഗ്നൽ ഇന്ററപ്ഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ഒരു അതിനെയാണ് നമ്മൾ സൺ ഔട്ടേജ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സൺ ഔട്ടേജ് occurs when the sun is directly behind the satellite, which causing solar radiation to interfere the ground station reception. So option B is the right answer. Thank you.